പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കർഹമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ഈശോയെ, ഇപ്പം എൻ്റെ കൂടെ ആയിരിക്കുന്ന നിൻ്റെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മണിക്കൂറിന് നന്ദി പറയുന്നു. ഒരിത്തിരി സമയം എല്ലാം മറന്ന് ഞാൻ നിൻ്റെ കൂടെ ആയിരിക്കട്ടെ. എൻ്റെ ഭാരങ്ങളെല്ലാം ഈശോയുടെ മുന്നിലൊന്ന് ഇറക്കി വയ്ക്കട്ടെ. ഒത്തിരി കാര്യങ്ങൾ എനിക്കെൻ്റെ ഈശോയോട് പങ്കുവയ്ക്കാനുണ്ട്. പക്ഷേ ഒന്നും പറയാൻ എനിക്ക് പറ്റുന്നില്ല ഈശോ. മനസ്സ് നീറുക, സങ്കടം കൊണ്ട് എൻ്റെ കണ്ണ് നിറയുക. ആരോടൊക്കെ ഞാൻ എൻ്റെ വിഷമങ്ങൾ പങ്കുവച്ചാലും അതൊന്നും അവർക്കതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാകണമെന്നില്ല ഈശോ. എന്നെ മടുപ്പില്ലാതെ ഇങ്ങനെ കേട്ടിരിക്കാൻ നിനക്കല്ലേ പറ്റൂ. എൻ്റെ ഉള്ളുമുള്ളായ്മയും അറിയുന്നവൻ നീ മാത്രമാണ്. നാളെ എന്തു ചെയ്യണമെന്നറിയാതെ കേഴുന്ന എൻ്റെ മനസ്സിനെ ഈശോ ഈ സമയം നീ ഒന്ന് കാണണമേ. ഒത്തിരി കടബാധ്യതകൾ, സാമ്പത്തിക പരാധീനതകളൊക്കെ എനിക്കുണ്ട് ഈശോയെ. ഈ കടങ്ങളൊക്കെ എങ്ങനെ വീട്ടിൽ തീർക്കണമെന്ന് പോലും എനിക്കറിയില്ല. മുന്നിലൊരു വഴിയും കാണാതെ ഞാൻ അലയുന്നത് നീ കാണുന്നില്ലേ? സഹായിക്കാൻ എനിക്കാരുമില്ല കേട്ടോ ഈശോ, നീ മാത്രമേ ഉള്ളൂ. എത്ര പ്രാർത്ഥിച്ചിട്ടും ചിലപ്പോഴൊക്കെ നീ എന്താ ഈശോ ഇങ്ങനെ മൗനം പാലിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നെനിക്കറിയാം, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനത്തിലൂടെ അങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. എൻ്റെ തകർച്ചകളും എൻ്റെ പരാജയങ്ങളും അങ്ങ് നന്മയാക്കി മാറ്റുമെന്ന വിശ്വാസത്തിൽ ഈ ദിനം ഞാൻ മുന്നോട്ട് പോകട്ടെ. ഈശോ, അങ്ങൻ്റെ കൂടെ ഉണ്ടാകണമേ. ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഇന്നേ ദിനം അങ്ങെന്നെ കാത്തുകൊള്ളണമേ. എന്നെ കാക്കുന്ന കർത്താവിൻ്റെ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ ഈ ദിവസം പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ. പാപക്കെണിയിൽ നിന്നും എല്ലാ അപകട വഴികളിൽ നിന്നും എന്നെ കാത്ത് ജീവിതാന്ത്യത്തിൽ സ്വർഗത്തിലെത്താൻ സഹായിക്കണമേ. എൻ്റെ പേരിന് കാരണമായ വിശുദ്ധനെ, വിശുദ്ധയെ, ഇന്നത്തെ എൻ്റെ ജീവിതം എല്ലാവിധത്തിലും അനുഗ്രഹപൂർണമാകുവാൻ എനിക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ. അങ്ങയുടെ സഹായത്താൽ എൻ്റെ അനുദിന ജീവിതം സുഹൃത സമ്പന്നമാകുവാനും അവസാനം സ്വർഗത്തിൽ അങ്ങയോടൊത്ത് ദൈവത്തെ അനവരതം പാടി സ്തുതിക്കുവാനും ഇടയാക്കണമേ. ആമേൻ. ഈശോയെ, നിന്നെ കാണാനാ ക്രൂശിന്റെ മാറിൽ ചായുന്നു. ആശ്വാസം നിന്നിൽ തേടുമ്പോ ആനന്ദം ഉള്ളിൽ തിങ്ങുന്നു. കണ്ണീരിൽ മുങ്ങിത്താഴുമ്പോ ക്രൂശിൽ ഞാനർത്ഥം കാണുന്നു. ഈശോയെ, നിന്നെ കാണാനാ ക്രൂശിന്റെ മാറിൽ ചായുന്നു. ആശ്വാസം നിന്നിൽ തേടുമ്പോ ആനന്ദം ഉള്ളിൽ തിങ്ങുന്നു. കണ്ണീരിൽ മുങ്ങിത്താഴുമ്പോ
പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ ഒരു നിയോഗം, നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത നിയോഗം ഈശോയുടെ മുന്നിൽ സമർപ്പിച്ചേ. ഒത്തിരി മക്കൾ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച ഈശോയുടെ തിരുമുഖത്തിൻ്റെ ഒരു അത്ഭുത പ്രാർത്ഥനയുണ്ട്. ഈ പ്രഭാതത്തിൽ ഉണർന്ന് നിങ്ങൾ ത്യാഗപൂർവം പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നിങ്ങളുടെ മേൽ വലിയ കരുണ കാണിക്കും. നിങ്ങളുടെ നിയോഗത്തിൻ്റെ മേൽ ഈശോ വലിയ കരുണ കാണിക്കും. നമുക്കിന്ന് മുതൽ 9 ദിവസത്തേക്ക് നമ്മുടെ പ്രഭാത പ്രാർത്ഥനയിൽ നമുക്ക് ഈ കൊച്ചു പ്രാർത്ഥന കൂടി ഉൾപ്പെടുത്താം. 9 തവണ ഈ അത്ഭുത പ്രാർത്ഥന ചൊല്ലി നമ്മുടെ നിയോഗത്തിനായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, പാടുപീഡകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ. നിത്യപിതാവേ, പാടുപീഡകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ. നിത്യപിതാവേ, പാടുപീഡകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ. നിത്യപിതാവേ, പാടുപീഡകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ. നിത്യപിതാവേ, പാടുപീഡകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ. നിത്യപിതാവേ, പാടുപീഡകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ. നിത്യപിതാവേ, പാടുപീഡകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ. നിത്യപിതാവേ, പാടുപീഡകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ. നിത്യപിതാവേ, പാടുപീഡകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ. ഈശോയുടെ തിരുഹൃദയത്തിന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ ഈശോയുടെ ഏറ്റവും പരിശുദ്ധ തിരുഹൃദയമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. എൻ്റെ പാപങ്ങൾ ഓർത്ത് മനസ്തപിച്ചുകൊണ്ട് പാപിയായ എൻ്റെ ഹൃദയത്തെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എളിമയും ക്ഷമയും വിശുദ്ധിയും അങ്ങയുടെ തിരുഹിതത്തോട് വിധേയത്വം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. നല്ല ഈശോയെ, അങ്ങയിലും അങ്ങേക്ക് വേണ്ടിയും ജീവിക്കാനുള്ള കൃപ നൽകണമേ. ആപത്തിൽ സംരക്ഷണവും ദുഃഖത്തിൽ ആശ്വാസവും അനുദിന ആവശ്യങ്ങളിൽ സഹായവും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ അങ്ങയുടെ അനുഗ്രഹവും ഭാഗ്യമരണവും തന്നരുളയണമേ. ആമേൻ. എന്നോടുള്ള സ്നേഹത്താൽ കത്തിയെരിയുന്ന ഈശോയുടെ തിരുഹൃദയമേ, അങ്ങയോടുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. വത്സല നിത്യസഹായനാഥേ, കളങ്കമറ്റ ദിവ്യജനനെ, അങ്ങയെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥയും അധികാരിയും ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ, ഞങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നമുക്ക് നമ്മെ നമ്മുടെ കുടുംബങ്ങളെയും ഭരമേൽപ്പിക്കാം. വത്സല നിത്യ സഹായനാഥേ, കളങ്കമറ്റ ദിവ്യജനനെ, അങ്ങയെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥയായും അധികാരിയായും ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ, ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും അങ്ങയുടെ സംരക്ഷണത്തിനായി സമർപ്പിക്കുന്നു. വത്സലനാഥേ, പകർച്ചവ്യാധികളിൽ നിന്നും അഗ്നിബാധയിൽ നിന്നും ഇടിയിലും കൊടുങ്കാറ്റിലും നിന്നും ഭൂകമ്പത്തിൽ നിന്നും പാഷണ്ഡ സിദ്ധാന്തങ്ങളിൽ നിന്നും വ്യോമാക്രമണങ്ങളിൽ നിന്നും ശത്രുക്കളുടെ ദുഷ്ടതയിൽ നിന്നും എല്ലാ തിന്മയിൽ നിന്നും ഞങ്ങളുടെ ഭവനത്തെയും നാടിനെയും കാത്തുരക്ഷിക്കണമേ. സ്നേഹമുള്ള അമ്മേ, മാതാവേ, ഈ ഭവനത്തിലും ഇതിനോട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലും വസിക്കുന്ന എല്ലാവരെയും അങ്ങ് സംരക്ഷിക്കണമേ. ഞങ്ങൾ പുറത്തു പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും
ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഒരുക്കമില്ലാതെയുള്ള പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെ എല്ലാ പാപത്തിൽ നിന്നും ആപത്തിൽ നിന്നും അകറ്റണമേ. ഇഹത്തിൽ ദൈവത്തെ വിശ്വസ്തയോടെ സേവിക്കുവാനും പരത്തിൽ അങ്ങയോടുകൂടി എന്നേക്കും ദൈവ തിരുമുഖത്തിൻ്റെ അനുഗ്രഹീത ദർശനം ആസ്വദിക്കുവാനുമായി അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥ്യം തേടാം. വിശുദ്ധ യൗസേപ്പിതാവേ, ഹെറോദ്യസിൻ്റെ ക്രൂരവാളിൽ നിന്നും ഉണ്ണിയേശുവെ കാത്തുരക്ഷിച്ചതുപോലെ പിശാചിൻ്റെ കെണിയിൽ നിന്നും ദുഷ്ടന്മാരുടെ സകല തന്ത്രങ്ങളിൽ നിന്നും ഈ ഭവനത്തെയും ഇതിലെ എല്ലാ നിവാസികളെയും ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും കാത്തുരക്ഷിക്കണമേ. ആമേൻ.